ആരംഭമാണ്. അറിവിന്റെ അക്ഷരങ്ങളുടെ വലിയ ലോകത്തേക്ക് കുഞ്ഞുങ്ങൾ വയ്ക്കുന്ന ആദ്യ ചുവടുവയ്പ്. അരിയിലെഴുതുന്ന ആദ്യ അക്ഷരങ്ങൾ, നാവിൽ അറിവിന്റെ മധുരം. അവിടെവിടെയായി പേടിച്ചും പരിഭവിച്ചും ഉയരുന്ന കുഞ്ഞു കരച്ചിലുകൾ. നമ്മുടെ മുന്നിലേക്ക് ഇന്നെത്തിയ കാഴ്ചകൾ ഇതെല്ലാമാവും. ഇന്ന് കുഞ്ഞുങ്ങളുടെ കൂടി ദിവസമാണ്. ലോകത്തെവിടെയുമുള്ള കുഞ്ഞുങ്ങളെ കൂടി ഇന്ന് ഓർമ്മിക്കാം. കേരളം എന്നും എപ്പോഴും പലസ്തീനൊപ്പമാണ്. ഒരു നേരത്തെ അന്നത്തിനായി, ഒരു തുള്ളി വെള്ളത്തിനായി, ഇന്ധനത്തിനായി, മരുന്നിനായി, അങ്ങനെ എല്ലാറ്റിനും വേണ്ടി കൈനീട്ടേണ്ടി വരുന്ന ജനത. ഗാസയിലെ മനുഷ്യർ, അവർ ഓരോ നിമിഷവും കണ്ണു നനയിപ്പിക്കുന്നു, നമ്മുടെ ഉള്ളുലയ്ക്കുന്നു. ഗാസയിലെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്തു പോകുന്നു. ഭക്ഷണത്തിനായി പാത്രം നീട്ടി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, വിശന്നു വലഞ്ഞ അവരുടെ നിസ്സഹായമായ കരച്ചിലുകൾ കേട്ടാകും ഗാസ ഇപ്പോൾ ഉണരുന്നുണ്ടാവുക. പിഞ്ചു കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെച്ച് വർഷിക്കുന്ന ബോംബുകൾ, ഇസ്രയേലിന്റെ കണ്ണില്ലാ ക്രൂരതയിൽ പിടഞ്ഞു വീഴുന്ന കുഞ്ഞു ജീവനുകൾ, കുട്ടികളെ ബോംബിട്ട് കൊല്ലുന്ന പൈശാചികത അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കുഞ്ഞുങ്ങളെ കൊല്ലരുതേ എന്ന് വിളിച്ചു പറഞ്ഞ് ഐക്യദാർഢ്യ സദസ്സുകളും പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നടത്തേണ്ട ഗതികേടിലാണ് നമ്മൾ. അപ്പോഴും കൂട്ടക്കൊലയ്ക്ക് കൂട്ടുനിൽക്കുന്നവർ അനേകമാണ്. പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് പലസ്തീനിലെ സയനിസ്റ്റ് അധിനിവേശ ക്രൂരതയ്ക്ക്. പിറന്ന മണ്ണിൽ നിന്ന് മനുഷ്യരെ ഓരോ ഘട്ടങ്ങളിലായി ആട്ടിയിറക്കുന്നു. 21 ലക്ഷത്തിലേറെ പലസ്തീനുകാർ തങ്ങുന്ന ഗാസയുടെ ഭൂമി പോലും ആ മനുഷ്യർക്ക് നൽകില്ലെന്ന ഇസ്രായേലിന്റെ പ്രഖ്യാപിത തീരുമാനം ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള അന്തിമ കടന്നാക്രമണത്തിനാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഗാസയിലെ ഇസ്രായേൽ കടന്നാക്രമണം ഇന്നും തുടരുകയാണ്. ഇസ്രായേലിനെ സംരക്ഷിച്ചു നിർത്തി അമേരിക്ക വലിക്കുന്ന ചരടുകളിൽ കുടുങ്ങി പിടഞ്ഞു മരിക്കുകയാണ് എണ്ണമറ്റ മനുഷ്യർ. പിറന്നപാടെ മരണം വരിക്കേണ്ടി വരുന്ന ശിശുക്കൾ, ചിത്രശലഭങ്ങളെ പോലെ പാറി നടക്കേണ്ടവർ, ബന്ധുക്കളുടെ കയ്യിലെ പൊതിഞ്ഞെടുത്ത ഒരു ഭാണ്ഡമായി മാത്രം അവശേഷിച്ച് മണ്ണോട് ചേരുന്നു. കൈയും കാലും നന്നേ ശോഷിച്ച കുഞ്ഞുങ്ങൾ, വാരിയല്ലുകളെല്ലാം തെളിഞ്ഞു കാണുന്ന ശരീരം. ഭക്ഷണ സാധനങ്ങൾക്കെല്ലാം തീവിലയായതിനാൽ വിശപ്പകറ്റാൻ മാർഗമൊന്നുമില്ല. അവർ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഭക്ഷണം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാകും ഓരോ മുഖത്തേക്കും അവർ നോക്കുന്നുണ്ടാവുക. എന്തുകൊണ്ടാവും ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ ലോകം നിശബ്ദമായിരിക്കുന്നത്? ബോംബിട്ടും പട്ടിണിക്കിട്ടും കുഞ്ഞുങ്ങൾ കൂട്ടമരണത്തിലേക്ക് അടുക്കുകയാണെന്ന UN മുന്നറിയിപ്പ് പോലും ലോകത്ത് കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഞങ്ങളെ എന്തിനു കൊന്നുവെന്ന ചലനമറ്റ കുഞ്ഞു ശരീരങ്ങൾ പോലും വിളിച്ചു പറഞ്ഞിട്ടും ലോകരാജ്യങ്ങൾ കണ്ണടയ്ക്കുന്നു. ഇസ്രായേലിന്റെ കൂട്ടക്കൊലകൾക്ക് കൂട്ടുനിൽക്കുന്ന US-ഉം അവരുടെ കൂട്ടുരാഷ്ട്രങ്ങളും ഇതിനെല്ലാം ഉത്തരം പറഞ്ഞേ മതിയാകൂ. ഗാസയിൽ ഇപ്പോഴും തീമഴ പെയ്യിക്കുകയാണ് ഇസ്രായേൽ ഭീകരവാദികൾ. വംശീയ ഉന്മൂലനമാണ് അവരുടെ ലക്ഷ്യം. ഇതിനെല്ലാം കാലം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. ആ കുഞ്ഞുങ്ങളുടെ നിലവിളി എക്കാലവും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും.